ഹലോ രാധേ രാധേ സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അച്ഛൻ്റെ കസിൻ ബ്രദർ, സംഭവം ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കസിൻ ബ്രദർ മരിച്ച്. അപ്പോൾ ഇന്ന് 16ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടാവുക. ഒരു ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുകയാണ്. ഇവിടെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ 13ാമത്തെ ദിവസമാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുക. പക്ഷെ ഇവർ കല്യാണം കഴിയാത്ത ആളേന്ന് മരിച്ച ആളെ സംഭവം ഒരു ഫാമിലീനൊക്കെ ത്യാഗം ചെയ്തിട്ട് സന്യാസീൻ്റെ രൂപം എടുത്തതെന്ന്. സന്യാസി എന്ന് പറഞ്ഞാൽ സംഭവം ഒരു എന്താ പറയുക, ഭിക്ഷ വാങ്ങി നടക്കൂലേ. അപ്പോൾ ശരിക്കും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എനിക്കറിയില്ല, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവും. ഇവിടെ ബാബ എന്നാട്ടോ പറയാ. സംഭവം ഫാമിലിനെ ത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓർക്ക് ഒരു കുടുംബം ഉണ്ടാവില്ല, ഒറ്റയ്ക്കാണ് ജീവിക്കുക. നമ്മൾ കുടുംബക്കാരെ കൂടെ തന്നെ ഉണ്ടാവുക, പക്ഷെ ഓരോ ജീവിതത്തിൽ ആരും ഇല്ലാത്ത ഒരു രീതിയാണ് ഒരു ജീവിക്കുക. അപ്പോൾ അങ്ങനെ ഓരാണ് മരിച്ചത്. അപ്പോൾ 16ാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം സംഭവം 13ാമത്തെ ദിവസമാണെങ്കിലും 16ാമത്തെ ദിവസമാണെങ്കിലും എല്ലാവരും പുതിയ ഡ്രസ്സ് ഇടണം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ടോപ്പ് വാങ്ങിയിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഈ ടോപ്പാണ് ഞാൻ ഇടണേ. ഞാൻ ടോപ്പ് മാത്രം കേട്ടോ പുതിയതിട്ടത്. പിന്നെ മോനിതാ ഡ്രസ്സ് ഇട്ടിട്ട് മോക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുത്ത്. പിന്നെ ഹസ്ബൻഡ് ഒരു ബനിയന്, സംഭവം ഡ്രസ്സല്ല കേട്ടോ, ബനിയന് മാത്രമാണ് പുതിയതിട്ടത്. അപ്പോൾ കമ്പൽസറി ആണ് പുതിയ ഡ്രസ്സ് തന്നെ ഇടണം ഇന്നത്തെ ദിവസം. അങ്ങനെയാണ്. അപ്പോൾ അവിടെ പോകാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അവിടുത്തെ സംഭവ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓയ് സുഖല്ലേ? പൂച്ചോ ഇധർ, പൂച്ചോ ഇധർ ദേഖ്. സുഖല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഇവിടെ എല്ലാവരും വന്നിട്ട്, ഇവിടെ എല്ലാവരും കുടുംബക്കാരാണ്. പിന്നെ ഇവിടെ ഇവരാണ് കേട്ടോ മരിച്ചത്. पहले तो बड़ी साइज की थी. ये क्या है? इधर टक्कर ഇതാ സ്നാക്സ് ആട്ടോ വരുന്നവർക്കൊക്കെ ഇതാട്ടോ കൊടുക്കുന്നത്. ലഡു പിന്നെ നംകീൻ ഇതാട്ടോ ഓരോരുത്തർക്ക് കൊടുക്കാൻ പോവാണ്. कहाँ है टोली? വിരുന്നേരെല്ലാവരും ഇവിടേക്കാട്ടോ വരുന്നത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെ നിന്നാണ് ഫുഡ് കേട്ടോ. ഗസ്റ്റ് ഹൗസിൽ നിന്നാണ്. അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കുക ഫുഡിൽ. ഇവിടെ കേട്ടോ ഫുഡ്. അയ്യോ ഇത്
ഇത് ഗുലാബ് ജാമുൻ ആണ്. പിന്നെ ഇത് ബൂന്തി. ഇതിന് ബൂന്തി എന്നാട്ടോ പറയാ. പിന്നെ ഇത് കറി, വഴുതനങ്ങയും പിന്നെ കിഴങ്ങ് കറി കേട്ടോ. ഇത് റായ്ത്ത, ചോല. ഇതിന് കാബൂളി കടലക്കറി കേട്ടോ. പൂടി പിന്നെ കച്ചോടി കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം വന്നതാ, കാരണം ഇപ്പോൾ തിരക്കില്ല, അപ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്ന ജസ്റ്റ് വന്നതാ കേട്ടോ. ആരും ഇപ്പോൾ വന്നിട്ടില്ല, അപ്പോൾ വരാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. यही है हरिओम गेस्ट हाउस. പതിനാറ് സാധുക്കളാണ് വന്നത്. സംഭവം സാധു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സാധു ഈ 16 പേര് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുടുംബത്തിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇവിടെ കാണുന്ന ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കും കേട്ടോ. അപ്പോൾ കാണിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്. ഇതാ ഗോതമ്പ്, പിന്നെ തുളസിമാല, പിന്നെ ചന്ദനം കേട്ടോ. അങ്ങനെ ഓരോ പുതിയ പാത്രത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും സെയിം ആട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് തുണി കേട്ടോ, മുണ്ട് തുണിയാണേ. പിന്നെ ഇതാ ബുക്കുണ്ട് ഇതിൽ, മത് ഭഗവത്ഗീത. ഈ ബുക്കാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പായ്. ഇത് സിംഗിൾ മാറ്റ് ആണ് കേട്ടോ, ഓരോരുത്തർക്ക് ഇരിക്കാൻ വേണ്ടി കമ്പൽസറി ആണ് കേട്ടോ, എന്തായാലും കൊടുക്കണം. ഒരെണ്ണം അമ്പലത്തിൽ, പിന്നെ ഒന്ന് മറ്റേ വരെ കുഴിച്ചിട്ട് അവിടെ ആക്കിയാട്ടോ കൊണ്ടുപോവാ സമാധിയിൽ. അങ്ങനെ 2 പ്ലേറ്റ്, പിന്നെ 2 കൊടി കേട്ടോ. ഈ അച്ഛനെ കുഴിച്ചിട്ട് അവിടെ കേട്ടോ. സംഭവം സമാധി എന്നാ പറയാ കേട്ടോ. കുഴിച്ചിട്ട സ്ഥലം അതിന് സമാധി എന്നാ പറയാ. അങ്ങനെ ഈ ഫുഡ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് ഇവിടെ വന്ന സാധുക്കൾ കഴിക്കുക. അപ്പോൾ ഇതാ പായൊക്കെ വിരിച്ചിട്ടോ ഓർക്കിരിക്കാൻ വേണ്ടിയിട്ട്. 16 പേരാണ് കേട്ടോ ടോട്ടല്. अच्छा നല്ല രസമായിട്ട് ഇവിടെ തൂക്കിച്ചിന്. കുപ്പി ഇവിടുന്ന് പോവൂല കേട്ടോ. ആണോ ഇവിടെ ഇവര് ഇരിക്കാട്ടോ. അപ്പോ ആണുങ്ങൾ ഇരിക്കുന്നോണ്ട് ഇതാ മുഖം മൂടി ഇരിക്കാൻ കേട്ടോ അമ്മ. ബ്രദറും സിസ്റ്ററാണ് കേട്ടോ ഇവര്. പൊളയാണ്, മോളെ മാതിരിയാണ്. പിന്നെ ഇവരും ആബി ബേടി ചേച്ചി ലഗेंगे ना, भतीजी है ना. हाँ ഇവരും സംഭവം മോളെ പോലെ കേട്ടോ. അപ്പോ ഇവർക്കാണെങ്കിൽ ഇവര് വേറെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇവരിങ്ങനെ മുഖം മൂടിയിരിക്കാണ് കേട്ടോ. മായി മത്ലബ് മാമി. സംഭവം ഇവർ എനിക്ക് മാമി ആയിട്ടാവട്ടെ ഇവര്. ഇതാട്ടോ ഒരു പ്ലേറ്റ് അമ്പലത്തില് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്ലേറ്റ് വീട്ടിലത്തെ അമ്പലത്തിൽ കേട്ടോ.
सबको नहीं बताया जाता ना। पूरी വന്നിട്ടോ घर में अच्छा उनके बाबू की दवाई അങ്ങനെ ദാ സാധുകൾ വരാൻ തുടങ്ങിട്ടോ ഒരു ആദ്യം ഓരാട്ടോ ഫുഡ് കഴിക്കാം बस इतनी है उसको दूसरे रूम में बैठा दिया उच्चारणे दो चढ़ना महाराज पूरी साधु कहना साधु ये भगवान का जग साधु है मानन के गिलास है मानन के साधु है साधु वाले गिलास है അങ്ങനെ സാധുകളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ 7 പേര് കഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി കഴിക്കാനവരൊക്കെ ഉണ്ട് ഒരു വന്നാൽ പിന്നെ ഒരു കഴിച്ചോളൂ ഇനിയിപ്പോൾ കന്യാട്ടോ കല്യാണം കഴിയാത്ത ചെറിയ കുട്ടികളെ ടേണാണ് അതിൽ പെൺകുട്ടികൾ മാത്രം കേട്ടോ ഫസ്റ്റ് കന്യാണ് കഴിക്കുക പിന്നാണ് ബാക്കി മുതിർന്ന വുമൻസ് ഒക്കെ കഴിക്കട്ടോ ആൾക്കാരൊക്കെ चलो मम्मा बैठी यहीं पे हैं अच्छा तो चलो मम्मा यहीं पे ऑटो के पास हाँ कटोरी एक वेलू ये आ गया हां पड़ी हां ये आ गया बैठ जा പിന്നെ മോൾ അവിടെ ഇരിക്കാട്ടോ ട്ടോ ബത്താസ പിന്നെ മറ്റു മഖാനെ ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് ലാൽജി മഹാരാജ് അങ്ങനെ ഇവര് കഴിച്ച് കഴിഞ്ഞിട്ടോ ഇവർ നാത്തൂൻ്റെ വീട്ടിൽ നിന്നാട്ടോ നാത്തൂൻ്റെ സംഭവം അളിയനും പിന്നെ നാത്തൂൻ്റെ നാത്തൂനാണ് കേട്ടോ പിന്നെ നാത്തൂൻ്റെ അച്ഛന് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ നാത്തൂൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് സംഭവം മോളെ റിലേറ്റീവ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് മോളെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ഇവർക്ക് വാല്യൂ കുറച്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവർ സ്പെഷ്യലി വീട്ടിൽ നിന്ന് കഴിക്കണേ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ലാസ്റ്റ് ഫുഡ് കഴിക്കാനാണ് ഇനി എല്ലാവരും ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ അപ്പോൾ എന്താ പൂരി കച്ചോടി ഇത് കച്ചോടിയാണ് കേട്ടോ പാലക്കിൻ്റെ പിന്നെ വഴുതനങ്ങ കറി പിന്നെ സാലഡ് അപ്പോൾ അങ്ങനെ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ
टमाटर ഫുഡ് കഴിച്ചിട്ടോ ഇനി വീട്ടിലേക്ക് പോവാണേ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. हाँ 4 बजाओ हाँ 4 4:30 कितना बजा अभी 5 बजने वाला है. हाँ दा तत्ता वाह यार अच्छा लग रहा है ना. वो उस एक और देखो बीच में दिख रहा है आपको. आराम से आएंगे शाम को आएंगे थोड़ी देर के लिए. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ. ഇവിടെ രാത്രിയും പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ രാത്രി വരും കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് കാണാം കേട്ടോ. ആജാ ചലോ. ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവാട്ടോ. സംഭവം ആ സ്ഥലത്തിൻ്റെ പേര് ബേരി റോഡാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബേരി റോഡ് പോവാണ്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് അമ്മ അങ്ങോട്ടേക്ക് വിളിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുഴങ്ങിയിട്ടോ നല്ല. ഇവിടെ വന്ന് കിടന്നപ്പോൾ പിന്നെ എണീക്കാൻ തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്കും കുഴങ്ങി. പക്ഷേ ഇപ്പം അമ്മ വിളിച്ചപ്പോൾ പോകണം. ഇനിയിപ്പോൾ അവിടുന്ന് കാണാം കേട്ടോ. ഞങ്ങൾ വീണ്ടും വന്നിട്ടോ ഇവിടേക്ക്. ഇവിടെ ഇനി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ. ഇതിൽ ശൃംഗാരത്തിൻ്റെ സാധനങ്ങളാട്ടോ. വള ആ കുപ്പിവളയാണേ. പിന്നെ ഇത് പൊട്ട്, സിന്ദൂരം, നെയിൽ പെയിന്റ്, പിന്നെ മിഞ്ചി. പിന്നെ ഇതിൽ മഹാവറാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരു ഈ ശൃംഗാരം ചെയ്യും. പിന്നെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ സംഭവം. ഈ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു വർഷം വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ മരിച്ച ഈ 16ാമത്തെ ദിവസത്തിൻ്റെ അന്ന് തന്നെ ഈ നല്ല കാര്യങ്ങളും ചെയ്യണം കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു വർഷം വരെ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. സിന്ദൂരം ഇട്ടോ. ആ शीशे की जरूरत नहीं है. लगाओ तुम लगाओ तो समझन लगाओ तो वाला ട്ടോ. ये जमा दिया था लेकिन
आज दिवाली पुरानी पुरानी हटाई जाती है। कब के लगी है हैं? हमार वही दिन की लगी है हमारी तो गिर गई थी आरती ने अपने लगा दी थी ना रात को देना से अब आज ये तो सिंदूर भी तो फिर हटाना चाहिए था पुराना। नहीं ऐसा नहीं है बिंदी लगाया थी ना अब तुम लोगों ने नहीं लगाई है हमने हमारी गिरी ना चिपकी नहीं हमारी कम गिरती है चूड़ी छोटी പൊട്ട് दो मोहर की है ഇനി നെയിൽ പെയിന്റ് കേട്ടോ। इनके बिंदी नीचे गिरे। में नहीं आ रही बाएं में डाल देना बाएं में डाल दे से आ गई हमारी तो एक दो दिन रहेंगी ऐसे तो खाली कल रात की टपक जाए नहीं हमारी तो खटाती ഇനി മഹാവറാണ് കേട്ടോ। മഹാവർ എന്നാട്ടോ ഇതിന് പറയാ। सीधा मुंह में तो इतने करने हैं भगवान बहुत चला लगा ज्यादा हाँ ये रात भर कल झांसी निकल മഹാവർ ഇട്ട് കാലില് പിന്നെ കയ്യിൽ വള പൊട്ട് പിന്നെ സിന്ദൂരം പിന്നെ ഇതാ മിഞ്ചി ഇട്ടില്ല കേട്ടോ മറന്നുപോയി മിഞ്ചി ഇടണം ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഇതെന്താ അറിയോ ഇത് ഈ വിരലിൽ എന്താ പറയുക ഇല്ലാത്തത് ഇവിടെ ആണെങ്കിൽ കുറച്ച് മുറിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിരലിൽ ഇടാത്തത് എൻ്റെ കാലിലാണ് ഈ കളർ ഇട്ടിട്ട് ആകെ ഒന്നായിട്ട് എന്തൊക്കെയോ ആയി മുറിയൊക്കെ പറ്റാൻ തുടങ്ങി കാലിൽ വിരുന്നേര് വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഫുഡ് കെട്ടി കൊടുക്കാം കേട്ടോ സംഭവം ഇനി തിരിച്ചു പോകുന്നവര് അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാതും കെട്ടി കൊടുക്കും കേട്ടോ വീട്ടിലേക്ക് ठीक है तुम क्या करा करें सब्जी जी खराब हो गई मानी नहीं मुझे ഇവര് പോവാൻ നിൽക്കട്ടോ पानी देखो यहाँ पे गिलास रखी है उस तरफ वो वाले कमरे में गिलास रखी है क्या नहीं उधर पे चलो चलो नहीं कर रहा കറണ്ട് ഇല്ല കേട്ടോ ഇവിടെ കാണിച്ചതാ मैं कोई नहीं है अच्छा ये आराम से गिरना नहीं ഇവിടെ ടെറസിന്റെ മുകളിലുണ്ട് കേട്ടോ കുറച്ച് പേര് ആ ഇത് ടെറസിന്റെ മുകളിലാട്ടോ അതാ ഈ എവിടെയും കറണ്ട് ഇല്ല കേട്ടോ പിന്നെ ഇൻവേർട്ടറും ഇല്ല വീട്ടിലൊന്നും ഇതാ എല്ലായിടത്തും നിങ്ങൾക്ക് ഇരുട് കാണാം രാത്രി പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ജനറേറ്ററൊക്കെ വിളിച്ചിനെ DJ ഒക്കെ വന്നിട്ടോ ഇവിടെ ഇതാ ഓരോരുത്തർ ഇരിക്കാനേ
വെച്ചത്. ഇങ്ങനെതാ അങ്ങനെ ജനറേറ്റർ വന്നിട്ടോ. ഇപ്പൊ നല്ലപോലെ കാണാം നിങ്ങൾക്ക്. ഇതാ മരത്തിന്റെ ചോട്ടിലിങ്ങനെ കട്ടിലൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാനേ. भजन होगा नारायण और बात क्या है, भक्त भगवान की है। यही बात राजा भक्ति पति भगत चंदना सूरज चंदना सूरज चंदना सूरज चंदना कोई तो हर से चते सुदिल लो मेरी गंजा, सुदिल लो मेरी गंजा, खबर नहीं खत लिख के मेरे तमाम है। सुदिल लो मेरी गंजा, सुदिल लो मेरी गंजा। അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്നിട്ടോ. ഫുഡൊക്കെ അവിടെ നിന്നാട്ടോ കഴിച്ച് വന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ അവിടെ നിന്നാണ് കൊടുത്തത് ഫുഡ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ. ഇപ്പോൾ സമയം 12 മണി ആവാനായി. അത് ഇന്ന് നല്ല നേരം വൈകിട്ടോ. അവിടെ അറിയില്ല കേട്ടോ എത്ര മണിക്ക് എല്ലാവരും ഉറങ്ങാൻ, എത്ര മണി വരെ പരിപാടി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പോകുന്നുട്ടോ, കുട്ടികളുള്ളതല്ലേ. അപ്പോൾ അവർക്ക് സംഭവം ലേറ്റ് ആവും, കൂടുതൽ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തെങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ്. മോള് കരയാട്ടോ. രണ്ടാളും മോളും മോനും രണ്ടാളും കളിക്കട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കച്ചറ ഉണ്ടാക്കി കരയാൻ തുടങ്ങും. അങ്ങനെ അവരെ കളി. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.